ഈ വീക്ഷണം മലയാളി മാറ്റാതെ നമ്മുടെ സമ്പത്തിനെക്കുറിച്ച്, നമ്മുടെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തതിന് പകരം മറ്റുള്ളവൻ സമ്പത്തുണ്ടാക്കിയത് വളഞ്ഞ വഴിയിലൂടെ അല്ലേ എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ ചൂഷണം ചെയ്യല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവരുടെ സേവനം നമ്മൾ കാശ് കൊടുത്ത് ഉപയോഗിച്ചിട്ട് നമ്മളെ ചൂഷണം ചെയ്യുന്ന പറഞ്ഞാൽ എന്താ അർത്ഥം? വേണ്ടെങ്കിൽ നമ്മൾ മേടിക്കുന്ന പോരെ? ജിയോ നമ്മൾ വാങ്ങാതിരുന്നാൽ പോരെ? അമ്പാനി പൊട്ടൂലോ? പറ്റില്ല, ജിയോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ജിയോ നമ്മൾ എന്തുകൊണ്ട് മേടിക്കുന്നു? നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട്. ആവശ്യമുള്ളത് മേടിച്ചിട്ട് തന്നവനെ നമ്മൾ കുറ്റം പറയുന്ന ശീലം നിർത്തിയാൽ കേരളം നന്നാവും. കേരളത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഇങ്ങോട്ട് ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാൻ വരാത്തവരൊക്കെ വേണ്ടിയതാണ്. ജനത്തിന്റെ പ്രാക്ക് എന്തിനു കേൾക്കണം? ജനം തന്നെ നമ്മളുടെ ശത്രുവായിട്ട് നമ്മളെ കാണുന്നത്. അസൂയ, ആ മനോഭാവം ഒന്ന് മാറുക. അപ്പോൾ ഈ സംരംഭക മനോഭാവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ വളരുമ്പോൾ നമ്മൾ അവനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. പകരം നമ്മൾ നമ്മുടെ സമുദായത്തിൽ നിന്ന് വളരുന്നവരെല്ലാം അസൂയോടെ കാണുകയും അവനെ വലിച്ച് താഴെ ശ്രമിക്കുകയും മറ്റൊരു സമുദായം വളരുമ്പോൾ അവനെ ഏഷണി പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സ് നന്നായാൽ നമ്മൾ സൗഭാഗ്യങ്ങളുടെ നടുക്കായിരിക്കും ജീവിക്കാൻ പോകുന്നത്. നമ്മുടെ ചിന്തകൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയാൽ, ചിന്തകൾ കുറച്ചുകൂടെ ഒന്ന് സിവിലൈസ്ഡ് ആക്കി മാറ്റിയാൽ, മനുഷ്യരെ കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടായാൽ, വളരാൻ ശ്രമിക്കുന്നവനെ, കഠിനാധ്വാനം ചെയ്യുന്നവനെ, അവൻ്റെ അധ്വാനത്തെ ആദരിക്കാൻ തയ്യാറായാൽ, അവൻ സംരംഭകനാവട്ടെ തൊഴിലാളിയാവട്ടെ, രണ്ടു കൂട്ടരെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ കേരളം മാറും. ഇതിലൊരു ഭരണാധികാരി മാത്രം